വി ശിവദാസൻ MP ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ശിവദാസൻ, നോക്കൂ, കേരളത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഒരു ഇളവ് വേണമെന്നൊരാവശ്യം കേരളം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരുന്നു എന്ന പ്രഖ്യാപനമാണ് ഗണേഷ് കുമാറിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? രാജ്യത്ത് ജനങ്ങളുടെ അഭിപ്രായത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ഇന്ത്യ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയും അദ്ദേഹം ശുപാർശ ചെയ്ത മന്ത്രിയും ചേർന്ന് നിയമിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ നേരത്തെ തന്നെ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് നാം കാണേണ്ടത് രാജ്യത്താകെ വോട്ടർ പട്ടികയിലെ കൃത്രിമം വരുത്തിക്കൊണ്ട് ഭരണം പിടിച്ചെടുക്കാനുള്ള BJPയുടെ ഗൂഢതന്ത്രത്തെ സഹായിക്കുന്ന ഒരു സമീപനം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അമ്പലപ്പുളവാക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവരാണ് നാം. പക്ഷെ ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവൃത്തി, അത് ഒരു തരത്തിലും ജനാധിപത്യവാദികളെ സന്തോഷിപ്പിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരിൽ അർപ്പിതമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ചുമതല നിർവഹിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് BJPയുടെ ചുമതലകൾ, BJP പാർട്ടി ആഫീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അതിന് പകരം ജനാധിപത്യ ഇന്ത്യയുടെ കാവൽ ഭടനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ശരിയായ ധാരണയോടുകൂടി വിഷയത്തെ സമീപിക്കാൻ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാജ്യത്തെ ജനാധിപത്യവാദികൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ കേരളം നിലപാട് അറിയിച്ചതാണ്, പ്രമേയം പാസാക്കിയതാണ്. അതിനുശേഷവും ഇങ്ങനെ ഒരു യോഗം വിളിക്കുകയും അഭിപ്രായം ആരായുകയും ഒക്കെ ചെയ്തത് പ്രഹസനം എന്ന് വേണോ കരുതാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നരേന്ദ്രമോദി ശുപാർശ ചെയ്തിട്ട് കസേരയിലിരിക്കുന്ന ആളല്ലേ? അതിനപ്പുറത്ത് വേറെന്താ? അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണ് എന്നുള്ളത് ലോകം ചോദിക്കില്ലേ? അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാജ്യത്തിലെ ജനങ്ങൾ ബഹുമാന്യതയോടെ നോക്കിക്കാണണമെങ്കിൽ അർഹിക്കുന്ന ബഹുമാനം ആർജിക്കാൻ പറ്റുന്ന നിലയിൽ, ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒന്നായിരിക്കണം, ഒരു സമിതിയായിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികളുമായി കേരളം മുന്നോട്ട് പോവുകയായിരുന്നല്ലോ. അതിന്റെ വിജ്ഞാപനം ഉൾപ്പെടെ ഉടൻ വരുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ആ പ്രവർത്തനങ്ങളെയൊക്കെ ബാധിക്കുമോ ഇപ്പോഴത്തെ ഈ SIR പ്രഖ്യാപനം? ശരി, അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലില്ല. വളരെ നന്ദി വി ശിവദാസൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ UDF കൺവീനർ അടൂർ പ്രകാശ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ അടൂർ പ്രകാശ്, കോൺഗ്രസും ഈ വിഷയത്തിൽ SIR ഇപ്പോൾ നടപ്പാക്കരുത് എന്നൊരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വരുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിൽ SIR നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും എന്നതാണ് പ്രഖ്യാപനത്തിൽ പറയുന്നത്. നിർഭാഗ്യകരമായ ഒരു വാർത്തയാണ് കേൾക്കാൻ കഴിയുന്നത്. ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതികളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നീതിപൂർവമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ SIRമായി പോകണം എന്നുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, മിക്കവാറും BJP ഒഴിച്ച് ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ ഇന്ന് ജനാധിപത്യത്തിന് യാതൊരു നിലയും വിലയും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുകയാണ്. BJP ഗവൺമെന്റ് പറയുന്നതനുസരിച്ച് തുള്ളുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനായി മാറുന്നു എന്ന് പറയുമ്പോൾ അത് നിർഭാഗ്യകരമായ ഒരു കാര്യമായിട്ട് മാത്രമേ ഇതിനെ കാണുവാൻ കഴിയുന്നുള്ളൂ. ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുവാൻ ശ്രീ മോഡിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ സത്യത്തിൽ തികച്ചും അന്യായമായ കാര്യമാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇത് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്.